സ്വന്തം ജീവിതത്തിന് ഒരു വലിയ വിജയമാക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതിനുവേണ്ടി പരിശ്രമിക്കാത്തവരും കുറച്ചാളുകളെ ഉണ്ടാവുള്ളൂ. എന്നാൽ പലപ്പോഴും നമ്മുടെ പരിശ്രമം വേണ്ടത്ര തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടും അഥവാ എവിടെയൊക്കെയാണ് എൻ്റെ ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്നെനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടും പലപ്പോഴും നമ്മുടെ യാത്ര കുറേ ദൂരം മുന്നോട്ടെത്തിയ ശേഷം ഇനി എന്ത് എന്ന ചിന്തയിൽ വന്ന് വഴി മുട്ടി നിൽക്കുന്നതായി കാണാം. അഥവാ ചിലപ്പോൾ എനിക്കിനി എന്ത് ചെയ്യണം എന്നറിയില്ല എന്നതായിരിക്കുന്ന സങ്കടാവസ്ഥയിൽ മനുഷ്യന്മാർ വീഴുന്നത് കാണാറുണ്ട്. ചിലർ പരിശ്രമിക്കുന്നു, വീണ്ടും വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും നടക്കുന്നു. ഇത്തരത്തിൽ ജീവിതത്തെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ളതായിട്ടുള്ള പരിശ്രമത്തിൽ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ഒരു 90% ആളുകൾ, എല്ലാത്തിലും ഒരു 10% എക്സംഷൻ ഉണ്ടാവുമായിരിക്കും, അതെങ്ങനെയാണോ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകൾ. അതേസമയം എനിക്ക് നല്ലൊരു ജീവിതം വേണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എന്നാലോ എന്തുകൊണ്ട് എനിക്ക് ആ തരത്തിലെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള രഹസ്യം അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, നമ്മുടെ മനസ്സിലെ ബ്ലോക്ക് എവിടെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ, അതിനെ അൺലോക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ആ ഒരു ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. ഇത് പറയുമ്പോൾ ഞാൻ 2 കുട്ടികളുടെ കഥ ഓർത്ത് പോവുകയാണ്. ഒരു 12 വയസ്സുകാരനും 6 വയസ്സുകാരനായിട്ടുള്ള കുട്ടി. ഉൾനാടൻ ഗ്രാമത്തിലെ 2 കുഞ്ഞുങ്ങളാണ്. 2 പേരും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അവർ എന്നും ചിരിച്ചും കളിച്ചും ആസ്വദിച്ചും ആ ഗ്രാമത്തിലെ എല്ലാവരെയും കണ്ണിലുണ്ണികളായിരുന്ന 2 കുഞ്ഞുങ്ങൾ. അവരങ്ങനെ ചിരിച്ച് കളിച്ച് വറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പട്ടം പറത്തി കളിക്കുകയായിരുന്നു 2 പേരും കൂടി. അങ്ങനെ അത് പട്ടം പറത്തി പോയി അവർ ആ ഗ്രാമത്തിൻ്റെ അങ്ങ് അതിർത്തിയുള്ളതായിരിക്കുന്ന ഒരു പൊട്ടക്കിണറ്റിൽ അതിലെ വലിയ കുട്ടി അറിയാതെ കാല് തട്ടി ആ കിണറ്റിൽ വീണുപോയി. വലിയ കുട്ടി കിണറ്റിൽ വീണപ്പോൾ ചെറിയ കുട്ടി ആർത്ത് വിളിച്ചു, സഹായത്തിന് വേണ്ടി ആളുകളെ നോക്കി. എത്ര ഒക്കെ വിളിച്ച് കരഞ്ഞു കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ അങ്ങ് ദൂരെ പോലും അവൻ്റെ വിളി കേൾക്കാൻ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. താഴെ കിണറ്റിൽ വീണ കുട്ടിയാണെങ്കിൽ രക്ഷിക്കാൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേലെ നിൽക്കുന്നതായിരിക്കുന്ന 6 വയസ്സുകാരൻ എന്ത് ചെയ്യണം എന്ന് യാതൊരു വഴിയില്ലാത്തൊരവസ്ഥ. അവസാനം അവൻ നോക്കുമ്പോൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി വെച്ചതായിരിക്കുന്ന ഒരു കപ്പിയും കയറും അവിടെ കിടക്കുന്നുണ്ട്. അവൻ ആ കയറെടുത്ത് കിണറ്റിലേക്ക് ഇട്ടുകൊടുത്ത് അവൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, ഈ ബക്കറ്റിൽ കയറി നിന്നത് പിടിച്ചു നിന്നോളൂ, ഞാൻ വലിച്ചു കയറ്റിക്കൊള്ളാമെന്ന്. 12 വയസ്സുകാരനായിട്ടൊരു കുട്ടീനെ 6 വയസ്സുകാരനായിട്ടുള്ളൊരു മോൻ എങ്ങനെ വലിച്ചു കയറ്റും? അവനൊന്നും ചിന്തിക്കാൻ നേരമില്ലായിരുന്നു. കാരണം അവൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാനായിട്ട് അവനല്ലാതെ വേറെ ആരും അവിടെ ഇല്ല. എത്ര കരഞ്ഞ് വിളിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ അവൻ ഉറക്കെ കരഞ്ഞ് വിളിച്ചു നോക്കി, കൂകി നോക്കി, രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവൻ തന്നെ ഒരു ഭ്രാന്തനെ പോലെ ഒരു വഴി അവൻ്റെ മുന്നിലില്ല. എൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ സങ്കല്പം മാത്രം. അവനതിനെ വലിച്ചു കയറ്റി ഒരുപാട് കഷ്ടപ്പെട്ട് എത്ര സമയം വലിച്ചു എന്നൊന്നും അറിയില്ല. അങ്ങനെ അവസാനം വലിച്ച് കരയ്ക്ക് അവനെത്തും വരെ കൂട്ടുകാരൻ്റെ കൈ പിടിച്ച് കരക്കിലേക്ക് കയറ്റാനാവും വിധം അവൻ വലിച്ച് അവസാനം 2 പേരും അവൻ കൂട്ടുകാരനെ രക്ഷിച്ചു. ഒരു കണക്കിന് ആ കുട്ടി ബക്കറ്റിലൂടെ വലിച്ച് കയറ്റി കൂട്ടുകാരനെ രക്ഷിച്ച് 2 ആളും പുറത്തിറങ്ങി രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് സങ്കടമാണോ സന്തോഷമാണോ പേടിയാണോ എന്തൊക്കെയാ ഫീലിംഗ് എന്നറിയില്ല. 2 ആളും അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷം സഹിക്കാനാവുന്നില്ല. അതേസമയം പേടി കൊണ്ട് 2 ആൾക്കും വിറയൽ വരുന്നുണ്ടായിരുന്നു. കാരണം വീട്ടിലറിഞ്ഞാൽ കളിച്ച് കിണറ്റിൽ വീണു എന്നെങ്ങാൻ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. അതുകൊണ്ട് എന്തു ചെയ്യും എന്നുള്ള പേടി കൊണ്ട് ഈ കുട്ടിക്ക് യാതൊരവസ്ഥയും മനസ്സിലാവുന്നില്ല. എന്നാലും ഇവർ 2 ആളും കളിയൊക്കെ മതിയാക്കി നിൽക്കാൻ വയ്യ. വലിച്ചു കയറ്റിയവനും നിൽക്കാൻ വയ്യ, കിണറ്റിൽ വീണവൻ പേടിച്ച് തളർന്നിട്ടും നിൽക്കാൻ വയ്യ. 2 പേരും കളിയൊക്കെ മതിയാക്കി അവരെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ഗ്രാമത്തിൽ ചെന്നു. കുട്ടികൾ പറയണോ പറയണ്ടേ എന്ന് പേടിച്ച് അവസാനം ഇവരുടെ ആ നനഞ്ഞു കുളിച്ച അവസ്ഥയും വിറയലും പേടിയൊക്കെ കണ്ട ആളുകൾ ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്നൊക്കെ. അവരച്ഛനമ്മമാർ ചോദിച്ചു, അവരുടെ കൂട്ടുകാർ ചോദിച്ചു. പേടിച്ചിട്ടാണെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന വിശ്വാസത്തോടെ ഈ കുട്ടികൾ ഉണ്ടായ കാര്യം നാട്ടുകാരോട് പറഞ്ഞു. ഇത് കേട്ടവർ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കാരണം ഈ ഒരു 6 വയസ്സുകാരൻ ഈ 12 വയസ്സുകാരനായിട്ടുള്ള മോനെ കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ആരും വിശ്വസിച്ചില്ല. എല്ലാവരും അവരെ കളിയാക്കി ചിരിക്കുക മാത്രം. ഇവർക്ക് അത്ഭുതം സഹിക്കാനായില്ല. അവർ പേടിച്ചിരിക്കുകയാണ് അടി കിട്ടുമെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നതെന്ന് കുട്ടികൾക്കും മനസ്സിലായില്ല. ഇവരെങ്ങനെ വലിച്ചു കയറ്റും എന്നുള്ള വിചാരത്തിൽ ആളുകൾക്കും അത് വിശ്വസിക്കാനായില്ല. ആ നാട്ടിൽ
ഒരു വയസ്സനായ ആളുണ്ടായിരുന്നു. എല്ലാവരാലും ആദരണീയനായിരിക്കുന്ന മാന്യനായിരിക്കുന്ന ഒരു മുത്തശ്ശൻ. ആ മുത്തശ്ശൻ ഈ കുട്ടികളുടെ കഥ കേട്ടപ്പോൾ രണ്ടാളെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അയാളുടെ കണ്ണിൽ നിന്ന് ആനന്ദത്തിൻ്റെ കണ്ണുനീര് വന്നു. അപ്പം അയാൾ വിശ്വസിച്ചപ്പോൾ ഗ്രാമവാസികൾക്ക് വിചാരമായി, ഇയാളെങ്ങനെ വിശ്വസിക്കും? അഥവാ ഇയാൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഇദ്ദേഹം നല്ല ബുദ്ധിമാനാണ്, വെറുതെ ഒന്നും കാര്യം ഉണ്ടായെന്ന് പറയില്ലല്ലോ. എന്നാൽ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാമെന്നായി. അങ്ങനെ ആ കൂട്ടത്തിലെ ആളുകൾ, അവിടുത്തെ ആളുകൾ അയാളോട് ചോദിക്കുകയാണ്, ഈ കുട്ടികൾ പറഞ്ഞ ഈ കഥ കേട്ടിട്ട് നിങ്ങൾ എങ്ങനെ ഇത് വിശ്വസിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സത്യമാണ്, കുട്ടികൾ പറഞ്ഞ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന്. അപ്പോൾ അവർ ചോദിക്കും, എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ഒരു ചെറിയ മോന് ഇത്ര വലിയ പയ്യനെ എങ്ങനെ ഒറ്റയ്ക്ക് കിണറ്റിന്ന് ബക്കറ്റിൽ കയറി നിർത്തി വലിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയും, എങ്ങനെ സാധിച്ചു എന്ന് ഈ കുട്ടികൾ പറയുന്നില്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ? അത് തന്നെയാണല്ലോ എങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള വഴിയെന്ന്. കുറച്ച് സമയം മിണ്ടാതിരുന്നിട്ട് അദ്ദേഹം പറയും, നിങ്ങളുടെ മനസ്സിലെ ചോദ്യം ഇതല്ല, എങ്ങനെ ഇവനെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്നാണ്. തീർച്ചയായിട്ടും സാധിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? അവൻ വലിച്ചു കയറ്റുന്ന സമയത്ത് അതിൻ്റെ ഒരു ദൂരെ അകലത്ത് പോലും നിന്നെക്കൊണ്ടിത് പറ്റില്ല എന്ന് പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഈവൻ അവന് സ്വയം പോലും എനിക്കിത് പറ്റില്ല എന്ന് ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എന്ന്. അതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ സത്യം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നുവെന്നും എനിക്ക് എന്ത് ലേബൽ കൊടുത്തിരിക്കുന്നു, ഞാൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചിരിക്കുന്നു, ഇതിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ പരിശ്രമങ്ങൾ അത് സഫലമാകുന്നുണ്ടോ സഫലമാകുന്നില്ലേ എന്നുള്ളതിൻ്റെയൊക്കെ ആധാരം. അതുകൊണ്ട് ആദ്യത്തെ ബ്രേക്ക് നമുക്ക് വരുന്നത് തന്നെ മറ്റുള്ളവർ എന്നോട് എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ ആധാരത്തിലാണ്. സ്വാഭാവികമാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ, എൻ്റെ അനുഭവത്തിൽ 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ട് കാലം മുന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങളെക്കൊണ്ടിത് പറ്റില്ല എന്ന് പറയുന്ന ആളുകളുടെ നിരയായിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. ഇത് അങ്ങനെയാവും, ഇത് ഇങ്ങനെയാവോ, നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ. നീയാണോ അപ്പോൾ ഇത് ചെയ്യാൻ പോണു? ഇതാണോ തുടങ്ങാൻ പോകുന്നത്? എങ്ങനെ എത്തുന്ന ആർക്കറിയാൻ, എവിടെ എത്തുന്ന ആർക്കറിയാൻ? ഇതൊന്നും സാധിക്കണ കാര്യമില്ല കേട്ടോ മോനെ, ഇതൊന്നും എവിടെ എത്തില്ല കേട്ടോ മോളെ. ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിൽ വരും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്കേറെ വിചിത്രമായി തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരാണോ നിങ്ങളുടെ അടുത്ത് പറ്റില്ല എന്ന് പറയുന്നത് അവരോട് നിങ്ങൾ എനിക്ക് പറ്റും എന്ന് പറയാനോ തർക്കിക്കാനോ വാദിക്കാനോ പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരൊറ്റ ചോദ്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതോടെ അവരുടെ എല്ലാ വാക്കുകളും അവിടെ അവസാനിക്കുകയായി. ഏതാ ചോദ്യം എന്നല്ലേ? എന്തുകൊണ്ട്? നിങ്ങൾക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവരോട് ചോദിച്ചു നോക്കുക, എന്തുകൊണ്ട് എനിക്കിത് പറ്റില്ല എന്ന്. എന്തുകൊണ്ട് എന്ന് ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാനുണ്ടാവില്ല. അത് പറ്റില്ല, അത് അങ്ങനെയാണ്. പലരും നോക്കിയിട്ടുണ്ട്, അവർ നോക്കിയിട്ടുണ്ട്, ഇവർ നോക്കിയിട്ടുണ്ട്, അവരങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയാനേ പറ്റൂ. അതല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യം ചോദിക്കുക, അതിൽ നീ എത്ര എത്തിയിട്ടുണ്ട്, എന്നിട്ടാണോ ഇതിലാവാൻ പോകുന്നത്, ഇങ്ങനെ പറയുന്നവരേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിച്ചാൽ തടയാൻ വരുന്നവരൊക്കെ അവരിഷ്ടം പോലെ അങ്ങ് പോയിക്കോട്ടെ, എത്തണോടത്ത് എത്തിക്കോട്ടെ, അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും, ഇങ്ങനെ ഒരു 4 വാചകം പറഞ്ഞ് അവിടെ നിന്ന് പോവുമായിരിക്കും. അല്ലാതെ നിങ്ങളുടെ മാർഗത്തിലെ തടസ്സം, ഒന്നാമത്തെ ബ്ലോക്ക് അവിടെ നമുക്ക് ചെയ്യാം. രണ്ടാമത്, അതിലും 90% ആളുകൾക്ക് കാരണം പറയാനുണ്ടാവില്ലെങ്കിലും ഒരു 10% ആളുകൾക്ക് വ്യക്തമായിരിക്കുന്ന ധാരണയുണ്ടായിരിക്കും, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നത്, ഇത് നിനക്കാവില്ല എന്ന് പറയാൻ വേണ്ടി വരുന്നത്. അങ്ങനെയുള്ളവർ പറയുമ്പോൾ കേൾക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം, എന്തുകൊണ്ട് എനിക്കാവില്ല എന്ന് പറയുന്നുള്ളത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് വെച്ചാൽ എന്നാൽ അവർ പറഞ്ഞല്ലോ ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാനല്ല. അവർ പറഞ്ഞു കഴിഞ്ഞ ശേഷം ആ കാര്യങ്ങളെയും കാരണങ്ങളെയും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് കേട്ട ശേഷം കുറച്ച് സമയം ഒറ്റയ്ക്ക് പോയിരുന്ന് ചിന്തിക്കുക. എന്താ ചിന്തിക്കേണ്ടതെന്നറിയോ? എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഈ പറഞ്ഞതായിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെയുള്ളതായിരിക്കുന്ന സൊല്യൂഷൻ എന്താണ്?
തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ടെങ്കിൽ, നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ആ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിന് വേണ്ടതായിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു തടസ്സങ്ങളും ഇല്ലാതെ ആരും മുന്നോട്ട് എത്തിയിട്ടുണ്ടായിരിക്കില്ല. എവിടെ തടസ്സങ്ങൾ വരുന്നോ അതിനൊക്കെ തന്നെ ഞാൻ ഓട്ടത്തിൽ ഒരു ഹഡിൽസ് ചാടി കിടക്കുന്നതായിട്ടുള്ള ഓട്ടം ഉണ്ടല്ലോ, 400 മീറ്റർ 500 മീറ്റർ, ആ ഓട്ടത്തിൽ എന്താ ചെയ്യാമെന്നറിയോ? ഒരു 100 മീറ്റർ കഴിയുമ്പോൾ അവിടെ നമുക്കൊരു തടസ്സം വെച്ചിട്ടുണ്ടാവും, അവിടം വരെ ഓടിയെത്തി അതിനെ ചാടിക്കിടക്കണം, എന്നിട്ട് വേണം അടുത്ത കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിലും അത് മുന്നോട്ടുള്ള യാത്രയിൽ പോകുന്ന സമയത്ത് ഒരു ഹഡിൽസ് വരുന്നുവെങ്കിൽ അതിനെ ഉയരത്തിൽ ചാടി മറികടക്കാനുള്ളതാണ്. ഓട്ടത്തിൽ പിന്നെയും അതേ നിലത്ത് തന്നെയാണ് മുന്നോട്ട് പോവുക. ജീവിതയാത്രയിൽ അങ്ങനെയല്ല, എത്ര ഹൈറ്റ്സിലേക്ക് ചാടിയോ ആ തലത്തുനിന്ന് ആ ഹൈറ്റ്സ് നിന്നായിരിക്കും പിന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരുള്ളൂ. താഴെ കൂടെ ഓടേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവില്ല. ഈ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രശ്നത്തിൻ്റെ പ്രോബ്ലത്തിനെ കുറിച്ച് ഒരാൾ ശരിക്കും അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള അറിവുള്ള ഒരാൾ പറയുമ്പോൾ അതിനെ നമുക്ക് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാം. കേട്ട് കഴിഞ്ഞ ശേഷം അതോടുകൂടി നിർത്തലാക്കുകയല്ല, ആ കേട്ട പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുകൂടി നമുക്ക് കണ്ടെത്താൻ പറ്റും. അവരോട് നമ്മൾ താങ്ക്സ് പറയേണ്ടിയിരിക്കുന്നു. അഥവാ അവരങ്ങനെ പറഞ്ഞു തന്നില്ലായിരുന്നുവെങ്കിൽ ആ ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ വന്ന് നമ്മൾ അതിനനുഭവിച്ച് അതിനതിജീവിക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ തന്നെ അതിങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമല്ലോ. 10% ആളുകൾ 90% യാതൊരു അറിവും കൂടാതെ എന്ത് കാര്യം പറഞ്ഞാലും ഒരു മുന്നോട്ട് ഒറ്റയ്ക്കൊരു കാല് വെക്കാൻ പോകണമെന്ന് കേൾക്കുമ്പോൾ, ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ പോകണമെന്ന് കേൾക്കുമ്പോൾ അതിനെതിരെ നെഗറ്റീവ് പറയുന്ന ആളുകൾ 90% ഉണ്ടാവും. അവരെ ഒരിക്കലും നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ വിഭാഗം നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരാൻ വേണ്ടി പറയുന്നവർ, അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് എന്തൊക്കെ പ്രിക്കോഷൻ നമ്മൾ പറയാറില്ലേ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന വചനങ്ങൾ, ആ വാക്കിന് നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിൽ, എൻ്റെ ലൈഫിൽ മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള എല്ലാ സൊല്യൂഷനും ഉണ്ടാക്കാൻ സഹായിക്കുന്നവരാണ് ആ 10%. അവരോടും താങ്ക്സ് പറയാം. പക്ഷേ അവർ പറഞ്ഞ വാക്ക് കേട്ട് അവിടെ നമ്മൾ നിന്നേക്കരുത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും അത്തരത്തിൽ അവനവൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ വർണ്ണിക്കുന്നവരുടെ പറഞ്ഞു വരുന്നവരുടെ ഞാൻ കേൾക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, തീർച്ചയായിട്ടും അവർ പറയുന്ന എല്ലാ അനുഭവങ്ങളും അവരുടെ ആ വ്യക്തിത്വത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ്, അവരുടെ വിചാരധാരയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ്, അവരുടെ കർമ്മകുശലതയ്ക്ക് ആധാരത്തിൽ നിന്നുകൊണ്ടാണ്, അവർ പഠിച്ചതിൻ്റെ അറിഞ്ഞതിൻ്റെ അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ആകത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആധാരത്തിൽ ആ കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരനുഭവിച്ച പ്രോബ്ലമാണ് പറയുന്നത്. പക്ഷേ അതിനർത്ഥം അവർക്ക് ആ കാര്യം ചെയ്യാൻ പറ്റില്ല എന്നാണ്, ആ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ഒരു കാര്യം, ഒരു ലക്ഷ്യം നമ്മൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആദ്യത്തെ ആവശ്യം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷൻ അഥവാ ഗോൾ വേണം എന്നത് വളരെ അത്യാവശ്യമാണ്. ഒരു വിധത്തിലുള്ള ലക്ഷ്യമില്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവർ എവിടെയും എത്തിയിട്ടില്ല. ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നതായിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള സ്റ്റോറി ഞാൻ ഓർമ്മിക്കും. ആ 3 കൂടിയ മൂലയിൽ ആലീസ് ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ഒരു കൊച്ചു മുയൽക്കൂട്ടൻ ഇങ്ങനെ ചാടി വരികയാണ്. ആ മുയൽക്കൂട്ടനോട് ഈ ആലീസ് ചോദിക്കുകയാണ്, ഇനി ഇതിലേത് വഴിയിലൂടെയാണ് ഞാൻ പോകേണ്ടത് എന്ന്. അപ്പോൾ ആ മയിൽക്കൂട്ടൻ ആലീസിനോട് ചോദിച്ചു പോലും, നിനക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് പറയാൻ. അപ്പോൾ ആലീസ് പറയാം, എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഏത് വഴിയിലൂടെ പോയാൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു എന്ന്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊന്നല്ല 1000 വട്ടം കേട്ട കഥയായിരിക്കും ഇത്. നമ്മുടെ കൊച്ചുനാൾ തൊട്ട് നമ്മൾ കേട്ട കഥയാണ്. 1001ാമത്തെ വട്ടം ഇന്ന് ഞാൻ നിങ്ങൾ ആ കഥ കേൾപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ ലൈഫിൻ്റെ കഥയാണ്. ജീവിതത്തിൽ എവിടേക്ക് പോകണം എന്ന് നിശ്ചയിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ എവിടേക്ക് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും എത്തിയാൽ മതി എന്നാണ്. അങ്ങനെയുള്ളവർ എവിടെയും എത്താറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എവിടെ എത്തണം എന്ന് നമ്മൾ നിശ്ചയിക്കുകയും ആ വഴിയിലൂടെ ആര് നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല എന്നുള്ള കാര്യം പ്രശ്നമല്ല. നിങ്ങളുടെ പ്ലാൻ പ്രാക്ടിക്കലാക്കാൻ വേണ്ടതായിരിക്കുന്ന പഠിപ്പ്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനായിട്ടുള്ള പ്രയോഗം, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള മതിൽ
അവർ നമ്മുടെ മുന്നിൽ കെട്ടുന്നതായിരിക്കുന്ന മതിൽ അത് എത്ര തന്നെ ശക്തമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നതായിട്ടുള്ള തീവ്രമായ ഇച്ഛയോടുകൂടി ഒന്ന് തള്ളിയാൽ തകർന്നു പോകുന്നതേ ഉള്ളൂ. എല്ലാ കാരണത്തിൻ്റെയും കാര്യങ്ങളുടെയും ക്രിറ്റിസിസത്തിൻ്റെയും വിമർശനത്തിൻ്റെയും നിങ്ങൾക്ക് കഴിവില്ലെന്നുള്ളതായിട്ടുള്ള ലേബലുകളുടെയും എല്ലാ മതിലും നിങ്ങൾക്ക് ഒറ്റ തള്ളുകൊണ്ട് ഇല്ലാതാക്കാം. പക്ഷേ അതിന് നമ്മുടെ മുന്നിൽ ആദ്യത്തെ മതിൽ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ആരാണെന്നറിയോ? മറ്റാരുമല്ല, അത് നമ്മൾ തന്നെയാണ്. ഇങ്ങനെ നമുക്കൊരിക്കലും വിരൽ ചൂണ്ടേണ്ടി വരില്ല. അതിലിങ്ങനെ നമ്മൾ വിരൽ ചൂണ്ടിയേ പറ്റും. ഞാൻ തന്നെയാണ്. എനിക്കൊരു കാര്യം നടക്കാതിരുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാൻ മാത്രം തന്നെയാണ്. പക്ഷേ ദ മോസ്റ്റ് വണ്ടർഫുൾ ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്നറിയോ? ഒരാളും തന്നെ തൻ്റെ ജീവിതത്തിലെ ഹൈറ്റ്സ് വേണ്ടാന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇല്ല. എനിക്ക് തന്നെ ഞാൻ തന്നെ തടസ്സമാകണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ തന്നെ നമ്മുടെ മുന്നിലെ പാതയിൽ തടസ്സമായിട്ട് മാറുന്നത്? ഒരിക്കൽ ഒരു കമ്പനിയിൽ HRD, ആ കമ്പനിയിൽ ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാത്രി ഒരു അനൗൺസ്മെൻറ്റ് പറഞ്ഞു, നാളെ രാവിലെ നമ്മുടെ ഓഫീസിൻ്റെ ഏറ്റവും മുകളിലുള്ള മുറിയിൽ ഈ കമ്പനിയിലെ എല്ലാവരുടെയും ശത്രുവായിരിക്കുന്ന ആളെ ഞാൻ പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് വേണ്ടത്ര പണിഷ്മെൻ്റ് അയാൾക്ക് കൊടുത്ത് നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, നിങ്ങൾക്കുള്ള ഫ്രീഡമാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു, എന്നാലും സന്തോഷിച്ചു. നമ്മുടെ കമ്പനിയിലത്തെ ശത്രുവിനെയല്ലേ ഇല്ലാതാക്കേണ്ടത്, പരമാവധി ഞാൻ കൊടുത്തിരിക്കും എന്നെല്ലാവരും മനസ്സിൽ വിചാരിച്ചു. പ്രഭാതത്തിൽ ഊഴമനുസരിച്ച് ഓരോരുത്തരായിട്ട് ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു. ഉള്ളിൽ പോകുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ എല്ലാവരും മുഖം വാടിയിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. വരുമ്പോൾ അടുത്ത ആൾ ചോദിക്കും, എന്തായി, നിനക്കയാളൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്ങനെ വാടി വന്നേ? ഒന്നുമില്ല, മിണ്ടാതെ അയാൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അവസാനത്താളും അകത്ത് പോകുമ്പോൾ ഭയങ്കര ഉത്സാഹം, തിരിച്ചു വരുമ്പോൾ വാടിയ മുഖമായിട്ട് വന്നു. എന്താണ് കാരണം എന്നല്ലേ? അദ്ദേഹം അവിടെ ആരെയും പിടിച്ച് കെട്ടിയിരുന്നില്ല, ഒരു വലിയ നിലക്കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ കമ്പനിയിലെ ഓരോരുത്തരും അവനവൻ്റെ മനസ്സിൻ്റെ ബ്ലോക്ക് കൊണ്ട് സ്വയം അവനവന് കുരുക്കി വെച്ചതുകൊണ്ടാണ് കമ്പനി മുന്നോട്ട് പോവാത്തത്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് പൊട്ടിക്കേണ്ടത് നമുക്ക് ചുറ്റും നമ്മൾ ഉണ്ടാക്കി വെച്ചതായിട്ടുള്ള മതിലുകളാണ്. പക്ഷെ അത് പൊട്ടിക്കാൻ എന്തു ചെയ്യും? അതിനും വേണ്ടേ നമുക്കൊരു പോംവഴി. എനിക്ക് വളരെ വിചിത്രമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരിക്കൽ നമ്മുടെ സെൻറ്ററിൻ്റെ അടുത്തുനിന്ന് അവിടെ ഉള്ളതായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞാനും എൻ്റെ കൂടെ ഒരു മാതാജിയും കൂടി നടന്ന് പോവുമായിരുന്നു. ഞങ്ങൾ പോകുന്നതിലിടയ്ക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തു. കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. തൽക്കാലത്തേക്ക് ഞാനും ആ മാതാജിയും കൂടി അടുത്ത് കണ്ടതായിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ മുന്നിൽ കുറച്ച് മുന്നോട്ട് നീട്ടിട്ടതായിട്ടുള്ള ആസ്ബറ്റോസ് ഷീറ്റിൻ്റെ ഒരു ഷെൽട്ടർ ഉണ്ടായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കയറി നിന്നു. അവിടെ കയറി നിന്ന് മിനിറ്റുകൾക്കകം പലരും ആ സ്ഥലത്തേക്ക് ആശ്രയം തേടി വന്നു. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ആൺകുട്ടി, അവൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള പൈസ കീശയിലിട്ടിരിക്കുകയായിരുന്നു. ആ മഴ നനഞ്ഞപ്പോൾ അവൻ്റെ നോട്ട് നനഞ്ഞു പോയി. ഒരു 20 രൂപയുടെ നോട്ട് എടുത്തിട്ട് ഇങ്ങനെ വീശി ഉണക്കാൻ നോക്കുന്നതും അതിന് ഊതുന്നതും ആ നോട്ട് ഉണക്കാനുള്ളതായിട്ടുള്ള തിരക്കിലാണ് അവൻ. വേറെ ഒരു ഭാര്യയും ഭർത്താവും, അതൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഭാര്യയും ഭർത്താവും അവിടെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുകയാണ്. പുറത്തിറങ്ങുമ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് കുട എടുക്കാമെന്ന്, നീ പറഞ്ഞിട്ടാ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ യാത്ര ബ്ലോക്കായില്ലേ? ഇങ്ങനെ ആ ഷെഡിൽ കയറിയതായിട്ടുള്ള ഒരു 5-6 ആളുകൾ പലരും പല രീതിയിൽ അവനവൻ്റെതായിട്ടുള്ള മഴയോടുള്ള പ്രതികരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഓരോരുത്തരുടെയും പ്രതികരണം നോക്കി ഒരു കാഴ്ചക്കാരിയെപ്പോലെ എനിക്ക് രസം തോന്നിപ്പോയി. ഒരൊറ്റ സിറ്റുവേഷൻ എത്ര പേര് എങ്ങനെയൊക്കെയാണ് അതിന് പ്രതികരിക്കുന്നത് എന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നതിലിടയ്ക്ക് അവിടേക്ക് ഒരു അച്ഛനും മോളും ഓടിക്കൊണ്ട്, കുട്ടി ഓടുന്നില്ല, ചെറിയ മോളാണ്, ഒരു 4-5 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ. നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു മോള്. അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അച്ഛൻ വരിക. അച്ഛൻ്റെ ഒരു കൈ തലയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മറ്റേ കൈ കൊണ്ട് മോളുടെ കൈയും പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കുട്ടിയുടെ ഒരു കൈ ഇങ്ങനെയായിരുന്നില്ല. ഈ കുട്ടി ഒരു കൈ അച്ഛൻ പിടിച്ചിട്ടുണ്ട്, മറ്റേ കൈ ഇങ്ങനെയായിരുന്നു. എന്നുവെച്ചാൽ തുള്ളി വീഴുന്ന ഓരോ വെള്ളത്തിനെയും കയ്യിലെടുക്കുക, അത് കുടിക്കാൻ ശ്രമിക്കുകയാണ് അവൾ. ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ട് ഓടി അച്ഛൻ എങ്ങനെയൊക്കെയോ വലിച്ചു കയറ്റി ആ കുട്ടിയെ ആ ഷെൽട്ടറിൽ അച്ഛനും മോളും വന്ന് നിന്നു. അച്ഛൻ വന്ന് നിന്നതും മൊബൈലെടുത്ത് ആർക്കോ എമർജൻസി മെസ്സേജ് ചെയ്യാണ്ടായിരിക്കും. എമർജൻസി അതിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക, മെസ്സേജ് ചെയ്യുക, അങ്ങനെ എന്തോ ചെയ്യുകയാണ്. എന്നാൽ ഈ കുട്ടിയുടെ കൈ വിട്ടിട്ടില്ല. ഒരു കൈ കൊണ്ടിന് മെസ്സേജ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഈ കുട്ടിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ആ സമയത്ത് ഈ മോൾ എന്ത് ചെയ്യണോ അറിയോ?
അച്ഛൻ്റെ കൈ പിടിച്ച ആ ഷെൽറ്ററിനുള്ള അവൾ കയറി നിൽക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് മഴ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് കൈ ഇങ്ങനെ പുറത്ത് നീട്ടുന്നുണ്ട്. എന്നിട്ട് ആ കയ്യിൽ വീഴുന്നതായിട്ടുള്ള വെള്ളത്തുള്ളിനെടുത്ത് വീണ്ടും 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 കുടിച്ച് ആസ്വദിക്കുന്നു. കയ്യിലെടുത്ത് ചിലപ്പോൾ മോത്തേക്ക് തെറിപ്പിക്കുന്നു, ചിലപ്പോൾ കുടിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര രസമായി തോന്നി. മറ്റെല്ലാ ഭാഗത്തു നിന്നും എൻ്റെ ശ്രദ്ധ മാറി കുട്ടിയിലേക്കായി മാറി. ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം ഏതാണ്ട്. അപ്പോൾ ആ കുട്ടി അച്ഛനോട് ചോദിക്കുക, അച്ഛ ഒരു കാര്യം ചോദിക്കട്ടെ? അപ്പം അച്ഛൻ ചോദിച്ചാൽ എന്താ മോളെ? അയാൾ ആ മൊബൈലിലെ കാര്യത്തിൽ ബിസിയാണ്. അപ്പോൾ എന്താ അച്ഛൻ എന്നും മഴ പെയ്യാത്തേ? അതെന്നും പെയ്തോളും മോളെ. അച്ഛൻ കേൾക്കുന്ന പോലില്ലേ കുട്ടിയുടെ ചോദ്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി അച്ഛൻ ശരിക്കും ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന്. അവൾ വീണ്ടും ഒന്ന് കൈ പിടിച്ച് കുലുക്കി. അപ്പോൾ അയാൾ നോക്കി, കുട്ടി ശ്രദ്ധ വന്നു. കുട്ടി വീണ്ടും ചോദിക്കുക, എന്താ അച്ഛ എന്നും മഴ പെയ്യാത്തത് എന്ന്. അപ്പോൾ അയാൾ ഒന്നും ഉത്തരം പറഞ്ഞില്ലേ. കുട്ടി ഒന്ന് നോക്കി. അത് കഴിഞ്ഞ ശേഷം വീണ്ടും തൻ്റെ മൊബൈലിലേക്ക് നോക്കി. അവിടെ എനിക്ക് ഉത്തരം കിട്ടി. എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റുള്ളതായിട്ടുള്ള മതിലുകൾ നമുക്ക് തകർക്കാൻ സാധിക്കാത്തത്? വാസ്തവത്തിൽ ഏത് നിമിഷത്തിലാണോ നമുക്ക് ഈ ലൈഫിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ മേലെയുള്ള ഭഗവാന്റെ വർഷമാണ്, അഥവാ അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഴ മേൽക്കൂരയ്ക്ക് മേലെ കുറച്ചധികം പെയ്തു, ഓപ്പൺ എയറിൽ കുറച്ചധികം പെയ്തു, കൃഷിയിടത്തിൽ കുറച്ചധികം പെയ്തു, അപ്പുറത്ത് കുറച്ച് ഇപ്പുറത്ത് കൂട്ടി യാതൊരു വ്യത്യാസവും. മഴ പെയ്യുന്നെങ്കിൽ അത് ആ ഏരിയയിൽ മുഴുവൻ ഒരേപോലെ പെയ്തുകൊണ്ടിരിക്കും. ഇത് മേൽക്കൂരയുടെ മേലെയല്ല ഞാൻ പെയ്തിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കുന്നില്ല. ഇത് കൃഷിയുടെ അല്ല ഞാൻ കുറച്ചധികം പെയ്യട്ടെ എന്ന് ചെയ്യുന്നില്ല. മഴ അതിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ മുഴുവൻ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ആ വെള്ളത്തെ കുടിക്കുന്നു, കളിക്കുന്നു. മറ്റുള്ളവർ വെള്ളം തൻ്റെ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ വെച്ച് പോകുന്നു. ഇങ്ങനെ കൈ പിടിച്ചവരെടുത്തുനിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി പോകുന്നു. ഇങ്ങനെ കൈ കാണിച്ചവരൊക്കെ ആ വെള്ളത്തെ കുടിക്കുന്നു, ആസ്വദിക്കുന്നു. ഇത് മഴയുടെ മാത്രം കഥയല്ല. സ്വയം ഭഗവാൻ, സർവ്വഗുണങ്ങളുടെയും ശക്തികളുടെയും ആധാരമായ കരുണാസാഗരനായ ഭഗവാൻ ഈ സൃഷ്ടിയിലെ സർവ്വജീവാത്മാക്കൾക്കും ഒരുപോലെ തൻ്റെ സ്നേഹവും വാത്സല്യവും ശ്രദ്ധയും ശക്തിയും ഇവിടെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഏതാളുകൾ തൻ്റെ തലയിൽ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ അവരുടെ വെള്ളം കൈയിൻ്റെ മുകളിൽ കൂടെ ഒഴുകിപ്പോകുന്നു. കൈ ഇങ്ങനെ പിടിച്ചവർ ആ വെള്ളത്തെ കുടിക്കുന്നു, ജീവിതത്തെ ആസ്വദിക്കുന്നു. പക്ഷെ ദ മോസ്റ്റ് വണ്ടർഫുൾ ഫാക്ടർ അടുത്തതാണ്. എന്താണെന്നറിയോ? ഈ വെള്ളം കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു 99% ഭാഗം ബാക്കി എല്ലാ കാര്യം ചെയ്യുന്ന ആൾ ഭഗവാനായിരിക്കും. 1% നമ്മുടെ ഉണ്ടാവുള്ളൂ. പക്ഷേ മനുഷ്യന്മാർ ആ 1% ചെയ്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയും അതാണ് സർവസ്വവും, ഞാനാണെല്ലാം എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയും ചെയ്യും. ഇതാണ് വ്യത്യാസം മാത്രം. ഇവിടെ നമ്മുടെ ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യായി ഒന്നുകിൽ നമ്മൾ ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ വെള്ളം കുടിച്ചുണ്ടാകുന്ന മാജിക്കിന് അത് നമ്മുടെ സ്വന്തമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. ഈ 2 ബ്ലോക്കിനെയും ഇല്ലാതാക്കിയാൽ നമ്മുടെ ലൈഫ് മുന്നോട്ടുള്ള യാത്ര പോവുകയായി. അതുകൊണ്ട് ആ ബ്ലോക്ക് ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആഹാരം വായിലെടുത്ത് വെക്കുക എന്നുള്ള 1% പ്രക്രിയ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ബാക്കി അത് ഇറങ്ങിപ്പോകുന്നത്, അത് ഡൈജസ്റ്റ് ചെയ്യുന്നത്, അത് ബ്ലഡ് ആവുന്നത്, ഗ്ലൂക്കോസ് ആവുന്നത്, എല്ലാ കാര്യങ്ങളും മുകളിലുള്ള ആളുടെ കൃപ കൊണ്ട് സൃഷ്ടിച്ച ഈ ഒരു കമ്പനി സ്വയമേവ ചെയ്യുന്നതാണ്. ഈ ഒരു ഉരുള ചോറ് വെച്ചിട്ട് നമ്മൾ അഹങ്കരിക്കുകയാണ്, ഇതിൻ്റെ ആരോഗ്യം കൊടുത്തത് ഞാനാണ് എന്ന്. ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് ഭഗവാന്റെ കൃപ, അതിനെ തിരിച്ചറിയാനും തൻ്റെ 2 കൈകൾ നീട്ടി സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ സഹായത്തിൻ്റെ സാന്നിധ്യവും സുഖവും അനുഭവിച്ചുകൊണ്ട് അതിൽ നിന്നൊഴുകി വരുന്ന ആ കരുണയുടെ ജലത്തിനെ പനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ സാധിക്കുമെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഈഗോയുടെ പുകമറ മാറ്റിക്കൊണ്ട് നമ്മുടെ സ്വന്തം ഉള്ളിലുള്ളതായിരിക്കുന്ന ശക്തിനെ എന്താണ് മനസ്സെന്ന് മനസ്സിലാക്കി ആ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈശ്വരൻ്റെ വിശേഷമായ വരദാനമെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റേതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റേതാണെന്ന് മനസ്സിലാക്കി എന്ന് നിങ്ങൾ കാൽ വയ്ക്കുന്നു, അന്ന് ലോകത്തിലെ എല്ലാ തടസ്സങ്ങളും നിങ്ങളുടെ മുന്നിൽ തകർന്ന് വീഴും. നിങ്ങളുടെ മനസ്സിൻ്റെ ബ്ലോക്ക് അവിടെ അവസാനിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നാളെ എന്താണ് മനസ്സെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെന്നും അതിൻ്റെ ബ്ലോക്കുകൾ എന്തൊക്കെ വരാൻ സാധ്യതയെന്നും നമുക്ക് കാണാം. ഇന്ന് ഇത്രയായിട്ട് ഞാൻ നിർത്തുകയല്ല, ഒപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരു ട്രെയിനിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇത് കാണുന്ന എൻ്റെ എല്ലാ സഹോദരന്മാരും തീർച്ചയായിട്ടും ഈ കാര്യം ചെയ്തിരിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള മതിലെന്തെന്ന് കണ്ടെത്താൻ, ആ മതിലിൻ്റെ ഓരോരോ ഇഷ്ടികയായിട്ട് നമുക്ക് തള്ളി മാറ്റാൻ വേണ്ടി ഇത് വളരെ അനിവാര്യമാണ്. ഇതിൻ്റെ പേരാണ് ക്ലൗഡ് മെഡിറ്റേഷൻ. ഓം ശാന്തി.
ഓം ശാന്തി. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഒത്തുചേർന്ന ദിവസം. നമ്മുടെ മനസ്സിന് എന്തെല്ലാം ബ്ലോക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും എൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നുള്ളതായിട്ടുള്ള ബ്ലോക്കുകൾ എന്തെന്നും നമ്മൾ വ്യക്തമായി കണ്ടു. ഇന്ന് ആ ബ്ലോക്കുകളെയൊക്കെ നമ്മൾ പൊട്ടിച്ചെറിയുകയാണ്. ആ പൊട്ടിച്ചെറിയുന്ന സമയത്ത് നമ്മുടെ മനസ്സ് തന്നെത്താൻ തുറക്കപ്പെടുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് നിരീക്ഷിച്ച് നോക്കിയാലോ. എന്തൊക്കെ ചിന്തകളാണ് എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്? ജസ്റ്റ് ഒരു കസേരയിൽ അഥവാ ഒരു വിരിപ്പിൽ നിന്ന് സ്വസ്ഥമായിട്ട് ചമ്രം പടിഞ്ഞിരിക്കണം. നട്ടിൽ നിവർന്ന് കസേരയിലാണെങ്കിലും അതല്ല നിലത്ത് വിരിപ്പിലാണെങ്കിലും നട്ടിൽ നിവർന്നിരിക്കണം. കണ്ണുകൾ അർദ്ധനിമീലിത നേത്രങ്ങളായിക്കൊണ്ട് പകുതി തുറന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കരുത്. ഒരു പക്ഷേ അടച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉറക്കം വന്നാലോ, തുറന്നിരുന്നാൽ ബാഹ്യലോകത്തെ ശ്രദ്ധയിലേക്ക് പോയാലോ. ഇത് രണ്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അർദ്ധനിമീലിത നേത്രങ്ങൾ, പകുതി തുറന്നതായിരിക്കുന്ന നയനങ്ങൾ, നമ്മുടെ ദൃഷ്ടികളെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഏകാഗ്രമാക്കിക്കൊണ്ട് നട്ടിൽ നിവർന്നിരുന്ന് നന്നായിട്ട് ശ്വസിക്കുക. നല്ല ദീർഘശ്വാസം നന്നായിട്ട് വലിച്ചു വിടണം. കുറച്ച് ഫാസ്റ്റായി ചെയ്ത് നോക്കുക. പിന്നെ പതുക്കെ സ്ലോ ആക്കുക. പതിയെ പുറമെ നിന്നുള്ള ശബ്ദങ്ങളിൽ നിന്ന് ശ്രദ്ധയെ അകത്തേക്ക് വലിച്ചാലും. നമ്മുടെ ഈ മുറിയിൽ യാതൊരു ശബ്ദങ്ങളുമില്ലാതെ ഈ കസേരയിൽ സ്വസ്ഥമായിട്ട് നമ്മളിരിക്കുകയാണ്. ഈ കസേരയിൽ അഥവാ ഞാനിരിക്കുന്ന നിലത്തെ വിരിപ്പിൽ എൻ്റെ നട്ടെല്ല് പൂർണ്ണമായി നിവർന്നു നിൽക്കുന്നുണ്ട്. ശ്രദ്ധയോടെ ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കുകയാണ്. എൻ്റെ അന്തർനേത്രത്താൽ ഈ മുറിയും ഈ മുറിക്കുള്ളിലിരിക്കുന്ന എന്നെയും ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും വേറെയില്ല. ഇവിടെ ഞാനും ഈ മുറിയിൽ കസേരയിൽ സ്വസ്ഥമായിരിക്കുന്നു. ഞാൻ പതിയെ എൻ്റെ ശ്രദ്ധ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ് എൻ്റെ മനസ്സിലെ സങ്കല്പങ്ങളിൽ നടക്കുന്നത്? കുറച്ചു മുന്നേ ആരോ സംസാരിച്ചൊരു കാര്യം, അഥവാ ആരോ ചെയ്യുന്നത് കണ്ട കാര്യം. ഇങ്ങനെ ഞാൻ എന്നെ നോക്കുമ്പോൾ കൊച്ചു മേഘങ്ങൾ, തെളിഞ്ഞ നീലാകാശത്തിലെ വെള്ളമേഘങ്ങളെപ്പോലെ പതിയെ മേഘങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് സങ്കല്പിക്കും. ഓരോ സങ്കല്പവും ഒരു മേഘമായി കടന്നു വരുന്നതായി കണ്ടു നോക്ക്. ഞാൻ കുറച്ചു മുന്നേ സംസാരിച്ച കാര്യം ഒരു മേഘത്തിലേറി ഒഴുകിപ്പോകുന്നു. ഞാൻ കണ്ട കാര്യം, ഞാൻ വായിച്ച കാര്യം, ഇത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ജസ്റ്റ് ഒരു നിരീക്ഷകനായിക്കൊണ്ട്, ഒരു ഒബ്സർവറായിക്കൊണ്ട് നിരീക്ഷിക്കുക മാത്രം. ഓരോരോ മേഘങ്ങളിൽ ഓരോരുത്തരുടെ മുഖം, ഓരോരോ മേഘങ്ങളുടെ യാത്രയിൽ ആദ്യം എത്ര സ്പീഡായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നിരീക്ഷിച്ച് നോക്കിയേ. കണ്ട കാര്യം കേട്ട കാര്യമൊക്കെ ഫാസ്റ്റായിപ്പോയി. ഇപ്പോൾ പതുക്കെ സങ്കല്പത്തിൻ്റെ സ്പീഡ് കുറയുന്നുണ്ട്. ഒഴുകി നീങ്ങുന്ന മേഘങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട്. വളരെ സ്ലോ ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒഴുകി നീങ്ങിയ മേഘങ്ങളെല്ലാം കുറഞ്ഞ് ഇപ്പോഴൊരു മേഘവും കാണുന്നില്ല. ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിലെ മേഘങ്ങളെല്ലാം ഒഴുകി നീങ്ങി. ഇപ്പം ഞാൻ എവിടേക്കാണ് നോക്കുന്നത്?
ശരിയാണ്, ഞാൻ എന്നെ തന്നെയാണ് നോക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും ഒഴുകിപ്പോയി, വ്യക്തികൾ ഒഴുകിപ്പോയി. ഇനി ഞാൻ എന്ത് ചെയ്യണം? യെസ്, ഇവിടെയാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ ഇന്ന് ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന സങ്കല്പങ്ങൾ ജസ്റ്റ് ഒരു ഒബ്സർവർ ആയിക്കൊണ്ട്, ഒരു കാഴ്ചക്കാരനെ പോലെ, ഒരു നിരീക്ഷകനെ പോലെ ഡിറ്റാച്ച്ഡായി നിന്നുകൊണ്ട് നിങ്ങളുടെ സങ്കല്പങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം. ശരിക്കും ഡിറ്റാച്ച്ഡായിരുന്നു നോക്കുമ്പോൾ രസകരമായി തോന്നും നമുക്ക് ഓരോ മേഘങ്ങളിൽ നമ്മുടെ ചേച്ചിയുടെ, ചേട്ടൻ്റെ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയത്, ഇപ്പം അടുത്തടുത്ത് സംസാരിച്ച് ഓരോരുത്തർ മേഘങ്ങൾ ഒഴുകും. ഏറ്റവും സ്പെഷ്യാലിറ്റി ആദ്യം അത് വളരെ ഫാസ്റ്റായിട്ട് ഒഴുകുന്നു, പിന്നെ അത് പതുക്കെ ആവുന്നു, പിന്നെ അത് സ്റ്റില്ലാവുന്നു. ഇവിടെ നമ്മൾ കാമാവും, കൂളാവും. നെക്സ്റ്റ് ചോദ്യം എന്നോട് ചോദിച്ചു പോകും, ഇനി ഞാൻ എന്ത് ചെയ്യണം? ആ അവസ്ഥയിൽ ഇന്ന് നമ്മൾ പറയണം, ഞാൻ ഇന്ന് എൻ്റെ എല്ലാ ബ്ലോക്കും ബ്രേക്ക് ചെയ്യാണ്. രണ്ട് കൈകളും വിജയികളെ പോലെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ എല്ലാ ബ്ലോക്കുകളും ബ്രേക്ക് ചെയ്യാണ്. എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഞാനുണ്ടാക്കിയ മതിലുകൾ ഞാൻ പൊട്ടിച്ചെറിയുകയാണ്. പുറമെ നിന്ന് ആരെങ്കിലും എനിക്ക് വേണ്ടി തീർത്ത മതിലുകൾ ഞാൻ പൊട്ടിച്ചെറിയുകയാണ്. യെസ്, ഐ ആം ഫ്രീ ടുഡേ. യെസ്, ഐ ആം ഫ്രീ ടുഡേ. യെസ്, ഐ ആം ഫ്രീ ടുഡേ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.